ഹായ് ഫ്രണ്ട്സ്, ഇയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു നാടൻ റെസിപ്പി ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ പഴയ കാലത്തെ അവല് വിളയിച്ചത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു ശകലം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2-3 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാനൊരു ശകലം കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കുവാണ്. ഇതിൻ്റെ കളർ മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ശകലം പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. പൊട്ടുകടലയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് നല്ല ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇവിടെ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് ശർക്കരയാണ് എടുത്തേക്കുന്നത്. ഇത് ഈ ചിരണ്ടി എടുത്തതിന് ശേഷമുള്ള അളവാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ആക്കിയിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, ഉരുക്കി തീർന്നിട്ടില്ല, പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. ഇപ്പം എല്ലാം നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം. ഒരു പാത്രത്തിലേക്ക് ഊറ്റി വെക്കാം, അരിച്ച് വെക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് അവിലൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് അവിലാണ് എടുത്തേക്കുന്നത്. ഈ അവല് വല്ലാണ്ട് അങ്ങോട്ട് വറുത്തെടുക്കണ്ട, മുരിമുരിന്നാവരുത്, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ഒത്തിരി അങ്ങോട്ട് വറുത്ത് മുരിമുരിന്നായിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളയിച്ചെടുക്കുമ്പോൾ ഭയങ്കര കട്ടിയായിട്ട് പോകും. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ഉരുളിയടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു 3 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തേങ്ങയാണ് കേട്ടോ. നമുക്ക് ഈ തേങ്ങയുടെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇതിൽ ആ വെള്ളത്തിൻ്റെ മയം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഈ തേങ്ങയൊന്ന് ചൂടാക്കി എടുക്കുന്നത്. ചിലർ വെള്ളം ആദ്യമേ ഒഴിച്ചിട്ട് അതിനൊക്കെയാണ് തേങ്ങ ഇടാറ്. ഞാൻ ആദ്യമേ തേങ്ങ ഇട്ടിട്ട് അതിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കും. അതിന് ശേഷമാണ് ശർക്കരപ്പാനി ഒഴിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇത് അരിച്ചു വെച്ചേക്കുന്ന ശർക്കരപ്പാനിയാണ്. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്കായും ജീരകവും കൂടി പൊടിച്ചാണ്. ഞാൻ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചേക്കുന്ന അവല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ നെയ്യിൽ വറുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം.
ഇനി നമുക്ക് ഇതൊന്ന് തട്ടിപ്പൊത്തി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ അത്രേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റുള്ള അവൽ വിളയിച്ചത് റെഡി ആയില്ലേ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.